ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ അടുത്ത റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ കറിയാണ്. അതായത് വടുകപ്പുളി വെച്ചിട്ട് വെള്ള കളറിലുള്ള നാരങ്ങ കറിയാണ് ഉണ്ടാക്കുക. അത് നമ്മൾ സാധാരണ പായസമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മധുരമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് കൂട്ടുന്ന ഒരു അച്ചാറാണ്. മുളക് പൊടി ചേർക്കില്ല എന്നാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകത കേട്ടോ. പകരം പച്ചമുളകാണ് എരിവിന് ചേർക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പുളി മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഇന്നത് വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അത്യാവശ്യം നല്ല പച്ചമുളക് ചേർക്കണം കേട്ടോ. 5-6 പച്ചമുളക് നല്ല എരിവുള്ളത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി നമുക്കതിൽ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം എണ്ണയിൽ. അപ്പോൾ മീഡിയം തീയിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വടുകപ്പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വടുകപ്പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വടുകപ്പുളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാം ഇൻഗ്രീഡിയൻസും ഈക്വൽ അളവിൽ എടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഞാൻ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 4 ടീസ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി അധികം ചേർക്കണ്ട, അധികം ചേർത്താൽ കയ്പ്പ് വരുള്ളൂ. പുളിക്ക് ഇപ്പം തന്നെ ഒരു കയ്പ്പുണ്ടാവും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് ചാറ് ഇത്രയും മതിയെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് വെന്തും കിട്ടും. ഇപ്പം നമുക്കിനി ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് കുറച്ചും കൂടി ചാറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർക്കില്ല, അതിൽ ഓൾറെഡി പുളി നല്ല ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വടക് പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വെള്ളക്ക അച്ചാർ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഓണം സ്പെഷ്യലായിട്ട് കാണാം. അപ്പോൾ അതുവരയ്ക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.